ശക്തി പകർന്നിടണേ ആത്മാവിനാൽ മഴയോട് പറയാം എല്ലാം ശക്തി പകർന്നിടണേ ആത്മനദിയിൽ നിത്യനവ്യമാകുവാൻ ആത്മനദിയിൽ നിത്യനവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നു ആത്മനദിയിൽ നിത്യനവ്യമാകുവാൻ ആത്മനദിയിൽ നിത്യനവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നു. നാം ദൈവ സ്നേഹത്തിലാണ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രാർത്ഥനയാകട്ടെ, ഏത് കാര്യം വന്നാലും ദൈവ സ്നേഹത്തിലാണ് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾ നാണും ദൈവത്തിന്റെ മക്കളാണ്. ദൈവ സ്നേഹമാണ്. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ക്ഷമിക്കാൻ. എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആരല്ല? ദൈവത്തിന്റെ മകനല്ല, മകളല്ല. ദൈവത്തിന്റെ മകനാണെങ്കിൽ എന്റെ അപ്പൻ, എന്റെ കർത്താവ് എന്നെ ക്ഷമിച്ചതുപോലെ ഞാൻ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അതുകൊണ്ടാണ് മുടിയെ പുത്രൻ എന്ത് ചെയ്തത്? തന്റെ അപ്പന്റെ ആസ്തികൾ എടുത്തുകൊണ്ട് ദൂരദേശത്ത് പോയി എല്ലാം അവൻ എന്ത് ചെയ്ത്? കളഞ്ഞ് നഷ്ടപ്പെടുത്തി. അപ്പോൾ അവൻ അന്വേഷിച്ച് പോയിട്ടില്ല. അപ്പൻ പോയി അന്വേഷിക്കാൻ കണ്ടെത്താം. പക്ഷെ അപ്പം പോയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവരെ സ്നേഹിച്ചു കൊണ്ടിരുന്നു. എന്റെ മകൻ വരുമെന്ന് കാത്തിരുന്നു. പക്ഷെ ഒരു ദിവസം എന്ത് ചെയ്ത്? ആ മകൻ സുബോധം വന്നപ്പോൾ അവൻ മടങ്ങി വന്നു. ആഹാരം ഇല്ലാതെ ക്ഷീണിച്ച് തളർന്ന്, ഡ്രസ് ഇല്ലാതെ, വസ്ത്രമില്ലാതെ, ചെരുപ്പില്ലാതെ, എല്ലാം നഷ്ടപ്പെട്ട് ഒരു പിച്ചയാചിക്കുന്ന പോലെ അവൻ ചെയ്ത് മടങ്ങി വന്നു. പക്ഷെ അപ്പോൾ എന്റെ മകൻ വരുമെന്ന് എന്ത് ചെയ്ത്? കാത്തിരുന്നു. വസനത്തിന്റെ അപ്പൻ ദൂരത്തിൽ കണ്ടപ്പോഴേ അപ്പൻ മനസ്സിലായത് എന്റെ മകൻ. വന്നപ്പോൾ അപ്പൻ പറഞ്ഞ് ദൂരന്റെ മകൻ ഓടിപ്പേര് ചെയ്ത് അവനെ ഹത്യ വെച്ചു. അപ്പനും പെട്ടിട്ടില്ല. ഈ ഒരു വാക്ക് മാത്രം എന്താണ്? ദൂരന്റെ മകൻ മരിച്ചതായിരുന്നു, ഇപ്പോ അവൻ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞത് അപ്പനയുടെ സ്നേഹം എന്ത് ചെയ്ത്? അത് മാറാത്തത്. നമ്മുടെ അപ്പനെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം അത് മാറാത്തത്. പഴയ നിയമത്തിൽ വായിക്കുന്ന അതേ കർത്താവ് തന്നെ പുതിയ നിയമത്തിൽ യേശുവായി വെളിപ്പെട്ട് അതേ യേശു തന്നെ എന്ത് ചെയ്ത്? താൻ മടങ്ങി എന്ത് ചെയ്ത്? ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യസ്ഥനെ അയക്കും. പശുത്താത്മാവ് ദൈവം നൽകി. അവന്റെ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ മാറത്തില്ല. ത്രിയേക ദൈവം പക്ഷെ ഒന്നാണ്, പ്രവൃത്തികൾ ഒന്നാണ്.